ഇന്നത്തെ രുചിഭേദത്തിൽ കൂടി നാം പരിചയപ്പെടാൻ പോകുന്നത് ടെൻഡർ കോക്കനട്ട് സൂഫ്ലെ എന്ന കരിക്ക് കൊണ്ടുണ്ടാക്കുന്ന ഒരു ഡെസേർട്ടാണ്. കേരളത്തിൽ ധാരാളമായിട്ട് ഇത് ലഭിക്കുന്ന ഒരു സാധനമാണ് കരിക്ക്. നമ്മുടെ നഗരത്തിലാണെങ്കിലും ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിലും കരിക്കിന് എപ്പോഴും സുലഭമായി കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് തയ്യാറാക്കാൻ വളരെ എളുപ്പവുമാണ്. അത് പാചകം ചെയ്യുന്ന രീതിയും മറ്റും നമുക്കൊന്ന് ശ്രദ്ധിക്കാം. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു ഡെസേർട്ടാണ്. വീട്ടിലൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. അതിൻ്റെ പാചക രീതി ഒന്നുകൂടി നമുക്ക് ശ്രദ്ധിച്ചാണ്. ടെൻഡർ കോക്കനട്ട് സൂഫ്ലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഷുഗർ, കോൺഫ്ലവർ, ജലാറ്റിൻ, വാനില എസൻസ്, എഗ്ഗ്, മിൽക്ക്, ഒരു കരിക്ക്. ഇന്ന് രുചിഭേദത്തിൽ നമ്മളിവിടെ ഒരു ഡെസേർട്ടാണ് ടെൻഡർ കോക്കനട്ട് സൂഫ്ലെ. വളരെ നമുക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളതാണ്. ടെൻഡർ കോക്കനട്ട് സൂഫ്ലെയാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ കണ്ടു. ഇനി നമുക്കത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മളതിന് ചെയ്യുന്നത്, ഫസ്റ്റ് നമ്മളിതിൻ്റെ പാല് ബോയിൽ ചെയ്യണം. മിൽക്ക് ശരിക്കൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഇത് 1/2 ലിറ്റർ പാലാണ്. 1/2 ലിറ്റർ പാലിലേക്ക് നമ്മൾ 300 ഗ്രാം ഷുഗർ, അതനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി, ഇപ്പം നിങ്ങൾക്ക് 1/2 ലിറ്റർ വേണ്ട, 250 ml നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ പഞ്ചസാരയുടെ അളവ് 150 ഗ്രാം ആക്കാം. അതല്ല 1 ലിറ്റർ പാലിലേക്കാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ അതിനകത്ത് 300 ഗ്രാം ഷുഗർ ചേർക്കാം. അതിൻ്റെ റേഷ്യോ ഈ റെസിപ്പിയുടെ കൂടെ തന്നെ നമ്മൾ പ്രത്യേകം എഴുതി കാണിക്കുന്നുണ്ട്. 1/2 ലിറ്റർ പാല്, 300 ഗ്രാം ഷുഗർ, 5 മുട്ട, 50 ഗ്രാം കോൺഫ്ലവർ, 80 ഗ്രാം ജലാറ്റിന്, 4 ഡ്രോപ്പ് ഓഫ് വാനില എസൻസ്, ഒരു കരിക്ക്, സാമാന്യം തിരക്കില്ലാത്ത ഒരു കരിക്ക്. ആ കരിക്ക് നമ്മൾ കരിക്കും കരിക്കിൻ്റെ വെള്ളവും കൂടി മിക്സ് ചെയ്ത് അടിച്ച് വരുമ്പോഴത്തേക്ക് 1/2 ലിറ്ററേ വരാവുള്ളൂ, ആ രീതിയിൽ. അപ്പോൾ അതനുസരിച്ച് കൂടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന കരിക്ക് ഒരുപാട് വലിയ കരിക്കാണെങ്കിൽ 1/2 ലിറ്ററേക്കാൾ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് കരിക്കിൻ്റെ ജ്യൂസ് മാറ്റി വെച്ചിട്ട് അതിലേക്ക് അതിൻ്റെ ഫ്ലഷും കൂടി ഇട്ട് അടിച്ചെടുക്കണം. അപ്പോൾ പാല് നമ്മൾ ഈ അടുപ്പേ തിളപ്പിക്കുന്നു. അതേസമയം തന്നെ സെയിം ടൈം നമ്മൾ ജലാറ്റിന് ഇവിടെ ഡബിൾ ബോയിൽ ചെയ്യുകയാണ്. അതായത് ജലാറ്റിൻ ഡബിൾ ബോയിൽ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് മറ്റൊരു പാത്രത്തിൽ ചൂടുവെള്ളം വെച്ചിട്ട് ഡബിൾ പാല് ശരിക്കൊന്ന് തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. പാല് തിളപ്പിച്ച് അതിനകത്ത് ജലാംശം മുഴുവനൊന്ന് ഇവാബറേറ്റ് ചെയ്ത് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഈ സമയം തന്നെ നമ്മൾ ജലാറ്റിൻ അവിടെ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക. പാല് തിളപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് കരിക്ക്. പാല് തിളയ്ക്കുന്ന സമയം കൊണ്ട് കരിക്കിൻ്റെ കരിക്കും വെള്ളത്തിലേക്ക് ഇതൊന്ന് പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞ് ഇതിനകത്ത് ഫ്ലഷ് ഉണ്ട്. ആ ഫ്ലഷ് നമ്മൾ ഇതുപോലെ വരുന്ന ശരിക്കും സ്പൂൺ കൊണ്ട് ചിരണ്ടി എടുക്കണം. കരിക്കിൻ്റെ വെള്ളവും കരിക്കും ചേർത്ത് അടിച്ചെടുക്കുമ്പോൾ ശരിക്കും തേങ്ങാപ്പാലിൻ്റെ ടെക്സ്ചറിൽ കിട്ടും. അതാണിത്. കരിക്കിനകത്ത് കുറച്ച് ഫ്ലഷ് കൂടുതലുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇത് നമ്മൾ ജ്യൂസാക്കി അടിച്ചു വെച്ച് ഇനി നമുക്ക് മിൽക്കൊക്കെ ഒന്ന് തിളപ്പിച്ച്, മിൽക്കിൽ കുറച്ച് ജോലിയുടെ ബാക്കിയുണ്ട്, അത് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം അത് ആഡ് ചെയ്യാനായിട്ട്. ഇപ്പം നമ്മൾ ജലാറ്റിന് ശരിക്കും ഈ ടെക്സ്ചറായി ഇത് ഡബിൾ ബോയിൽ ചെയ്യുമ്പോഴത്തേക്ക് ശരിക്കും ഈ ഒരു മോഡലിൽ കിട്ടും. കാരണം ചൂടോട് കൂടിയിട്ടാണ് ചേർക്കുന്നത്.
ജലാറ്റിൻ ചെയ്ത് ജലാറ്റിൻ പൗഡർ കടയിൽ നിന്നൊക്കെ നമ്മൾ കിട്ടുന്ന രീതിയിലുള്ള പൗഡർ മേടിച്ച് അടിയിലൊരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിച്ചു. ഇതേപോലൊരു പാത്രം വെച്ചു, അതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു, ജലാറ്റിൻ ഇട്ട് മിക്സ് ചെയ്തപ്പോഴത്തേക്ക്, കാരണം ജലാറ്റിൻ തണുത്ത് കഴിഞ്ഞാൽ കട്ട പിടിക്കും. നമ്മൾ ടെൻഡർ കോക്കനട്ട് സൂഫ്ലയും മറ്റ് സൂഫ്ലൈസൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് സൂഫ്ലയ്ക്കകത്ത് തിക്കിങ് ഏജൻ്റാണ് ജലാറ്റിൻ. അതുകൊണ്ടത് തണുത്ത് കഴിഞ്ഞാൽ ഇത് കട്ടയായിപ്പോകും. അതിനാണ് നമ്മൾ വെള്ളത്തിൽ വെച്ച് തന്നെ ഇത് ചൂടാക്കി ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് പാല് തിളച്ച് പാലിലേക്ക് നമ്മളിനി പാലൊന്ന് സ്ലോ ഫയർ ആക്കിക്കൊണ്ട് പാലിലേക്ക് നമ്മൾ കോൺഫ്ലവർ പതുക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്ത് കട്ട പിടിക്കാതെ ഇളക്കി. കോൺഫ്ലവറിൻ്റെ നേച്ചർ നമുക്കറിയാം, ഇത് ചോളത്തിൻ്റെ പൊടിയാണ്. ചോളത്തിൻ്റെ പൊടി ചൂടുവെള്ളത്തിൽ ഇതൊരു തിക്കിങ് ഏജൻ്റാണ്, സ്റ്റാർച്ചാണ്. അപ്പോൾ ശരിക്കും ചൂടുവെള്ളത്തിൽ നമ്മൾ ഇടുമ്പോഴത്തേക്ക് അത് കട്ട പിടിക്കും. കട്ട പിടിച്ചെന്നാൽ തിക്കാവും. ശരിക്കും നമ്മൾ ചൈനീസ് പ്രിപ്പറേഷനിലൊക്കെ കോൺഫ്ലവർ അല്ലെങ്കിൽ പാചകത്തിൽ ഒരു എഡിബിൾ ഗമ്മാണ്, തിക്കിങ് ഏജൻ്റായിട്ടാണ് കോൺഫ്ലവർ പ്രവർത്തിക്കുന്നത്. പാലിനെ കുറച്ചൊന്ന് ദൃഢപ്പെടുത്താനാണ് നമ്മൾ കോൺഫ്ലവർ ഇതിൽ ചേർക്കുന്നത്. കോൺഫ്ലവർ ചേർന്ന് കഴിയുമ്പോൾ പാല് നല്ല കൊഴുപ്പായിട്ട് ടൈറ്റായിട്ട് വരും. കട്ട പിടിക്കാതെ ചേർത്ത കോൺഫ്ലവർ പെട്ടെന്നൊന്ന് നമ്മളിത് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ ടെക്സ്ചർ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. തേനിൻ്റെ കാഴ്ചയിലൊരു ഹണി നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് എടുക്കുമ്പോൾ ഏത് കളറായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു തിക്നെസ് ഏതായിരിക്കും, ആ കളറിലായിരിക്കും. ഇങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം വെള്ളം ഒരുപാട് വേണ്ട, വെള്ളം അളവിൽ മതിയാവും. ഇപ്പം ജലാറ്റിൻ റെഡിയായി. അതുപോലെ തന്നെ നമ്മൾ പാലിനകത്ത് കോൺഫ്ലവർ ചേർത്ത് പാലും ഒന്ന് തിക്കായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പാലിനെ നമുക്ക് ശരിക്കും ഐസിൽ വെച്ച് തണുപ്പിച്ചെടുക്കുകയാണ്. ഐസ് ഇപ്പോൾ വീട്ടിൽ നമുക്ക് ഐസ് ഇതുപോലെ ഇല്ലെങ്കിൽ നമ്മൾ നല്ല തണുത്ത ഐസ് വെള്ളത്തിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. വീട്ടിലൊക്കെ ആകുമ്പോൾ പറ്റും ഫ്രിഡ്ജ്, കാരണം എന്തായാലും നമുക്ക് സൂഫ്ല ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൻ്റെ സഹായത്തോടു കൂടിയേ പറ്റുള്ളൂ. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് പറ്റുന്നത് കൊണ്ട്, ഫ്രിഡ്ജില്ലെങ്കിൽ കുഴപ്പമില്ല, ഐസ് ക്യൂബ്സ് ഇട്ടൊക്കെ അതിൽ വെച്ച് നമുക്ക് സെറ്റാക്കി എടുക്കാം. അപ്പോഴും ഐസ് ആവശ്യമാണ്. ഫ്രിഡ്ജില്ലാത്ത പക്ഷം ഐസ് നമുക്ക് ആവശ്യമാണ്. ഇങ്ങനെ നമ്മൾ തിളപ്പിച്ച് എടുക്കുന്ന ഈ പാല് കുറച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കട്ടയാവും. ഇപ്പം നമ്മുടെ പാലും കോൺഫ്ലവറും കൂടെ നമ്മൾ ചേർത്തു, അത് നല്ല തിക്കായി. ഇവിടെ നമ്മൾ ജലാറ്റിൻ ഇത് ഐസ് ക്യൂബ്സാണ്. ഐസ് ക്യൂബ്സ് ഞങ്ങൾക്ക് ഇവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇടുന്നു. നിങ്ങൾക്ക് ഐസ് ക്യൂബ്സ് ഇല്ലെങ്കിൽ പ്രശ്നമില്ല, നിങ്ങൾ ഫ്രിഡ്ജിൽ ബ്ലോക്ക് ഐസ് വെച്ചിട്ട് ഐസിനകത്ത് ഇതുപോലെ വെച്ചാൽ മതി. ഐസോ അല്ലെങ്കിൽ ഇതുപോലെ ഈ ടെമ്പറേച്ചർ കിട്ടത്തക്ക രീതിയിൽ വീട്ടിലൊക്കെ ആകുമ്പോൾ ചെറിയ പാത്രത്തിലോ അല്ലെങ്കിൽ ഐസിൻ്റെ ചെറിയ ബോക്സൊക്കെ ഉണ്ട്, അതിനകത്ത് വെച്ച് തണുപ്പിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ സാധനം നമ്മൾ തണുപ്പിച്ചെടുക്കണം. വെള്ളത്തിൽ വെച്ച് കണ്ടോ ഈ രീതിയിൽ ഐസിലേക്ക് വെക്കുക. അപ്പോൾ ഇതിനകത്ത് ടെമ്പറേച്ചർ 0 ആണ് താഴെ. ഇതിനകത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് തണുക്കും. ഇത് നമ്മൾ തണുക്കാൻ വേണ്ടി വെച്ചു. ഇടയ്ക്ക് ഇങ്ങനെ നിലക്കി കൊടുക്കുക, എപ്പോഴും വേണ്ട. ഇനി നമ്മളിവിടെ മുമ്പ് എടുത്ത് വെച്ചാൽ 5 മുട്ടയുടെ വൈറ്റാണിത്. മുട്ടയുടെ വൈറ്റ് ഇതുപോലെ നമ്മളൊരു എഗ് ബീറ്റർ ഇല്ലെങ്കിൽ ഫോർക്ക് അല്ലെങ്കിൽ മുട്ടയുടെ ബീറ്റർ ഉണ്ട്, ആ സാധനമൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ മുട്ടയുടെ വൈറ്റ് അടിച്ചെടുക്കണം. ഇത് സാധാരണയൊക്കെ നമ്മൾ പല ഡെസേർട്ട്സിനും ചെയ്യാറുള്ളതാണ്. സൂഫ്ലൈസ്, ഹോം മെയ്ഡ് ഐസ്ക്രീമിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ബീറ്റർ കൊണ്ട് ശരിക്കും ബീറ്റ് ചെയ്ത് ഫ്ലഫി ആക്കി എടുക്കണം. നല്ല വെള്ള കളറിൽ ഫ്ലഫി ആക്കി എടുക്കണം. കാരണം നമ്മൾ ബോയിൽ ചെയ്ത മിൽക്ക് ഐസിൽ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു ടെക്സ്ചർ ഉണ്ട്. ആ സമയം തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിൽ വ്യത്യാസം വരും.
മുട്ടയൊക്കെ നമ്മൾ റെഡിയായി. ഇനി അടുത്ത ഭാഗം കൈയൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്യാൻ പോകും. ഇനിയുള്ള ഭാഗം കൈ കൊണ്ട് ചെയ്യുന്നതാണ് നല്ലത്. അതുകൊണ്ട് കൈ നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകി അധികം ബലമായിട്ട് ഇളക്കരുത്. അധികം ബലമായിട്ട് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂഫ്ലെ ഹാർഡായി പോകും. സൂഫ്ലേക്ക് നല്ല സോഫ്റ്റ്നെസ് കിട്ടണമെങ്കിൽ കൈകൊണ്ട് ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ മിശ്രിതം അത് ഞാൻ ആ ഐസുള്ള പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് പകർത്തി ഒന്നുകൂടി ഒന്ന് കൈക്ക് ബ്ലെൻഡ് ആകാൻ വേണ്ടിയിട്ട്. ഇനി ഇതുപോലെ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന മോൾഡ്, ഏത് മോൾഡായാലും കുഴപ്പമില്ല, ഇതേപോലെ ഒരു പാത്രം ഷേപ്പിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഹോട്ടലിലൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഡിസൈൻ മോൾഡുകൾ ഉപയോഗിക്കുന്നു. നിങ്ങളിപ്പോൾ വീട്ടിൽ ഡിസൈൻ മോൾഡ് ഇല്ലെങ്കിലും നോ പ്രോബ്ലം. നിങ്ങൾക്ക് ഏതെങ്കിലും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ചോറ് പാത്രങ്ങളോ അതുപോലെയുള്ള മോൾഡോ സ്റ്റീലിൻ്റെ റൗണ്ടായിട്ടുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഇതുപോലെ. ഇപ്പോൾ നമ്മൾ ടെൻഡർ കോക്കനട്ട് സൂഫ്ലയുടെ എല്ലാ സ്റ്റേജുകളും തന്നെ കടന്നു. മിക്സ് ചെയ്ത സാധനങ്ങൾ മോൾഡിലേക്കാക്കി. ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, കാരണം ഞങ്ങളിപ്പോൾ ഹോട്ടലിലൊക്കെ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര മോൾഡ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വീട്ടിൽ മോൾഡ് ഇല്ല എന്നുണ്ടെങ്കിൽ അതോർത്ത് വിഷമിക്കേണ്ട. പകരം ഈ രൂപം കിട്ടുന്ന ഏതെങ്കിലും റൗണ്ട് പാത്രങ്ങളിൽ, നിങ്ങളുടെ വീട്ടിലുള്ള പാത്രത്തിൽ, ചെറിയ ചെരുവായാലും കുഴപ്പമില്ല, അതുപോലെ പരന്ന പ്ലേറ്റുകളായാലും കുഴപ്പമില്ല, ഏത് പ്ലേറ്റിൽ വേണമെങ്കിലും നമ്മൾ ചെയ്ത ആ മിശ്രിതം ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം. അങ്ങനെ നമ്മൾ ടെൻഡർ കോക്കനട്ട് സൂഫ്ലെ ഇവിടെ ഫ്രിഡ്ജില്ലാത്തതുകൊണ്ട് ഞാൻ ഞങ്ങളുടെ കിച്ചണിൽ കൊണ്ടുവച്ച് തണുപ്പിച്ചു. അതിന് ശേഷം എടുത്തുകൊണ്ട് വന്നാണ്. ഈ കാണുന്ന പാട് നമ്മളിതിൻ്റെ പുറത്തൊരു പേപ്പർ ഇട്ട് വെച്ചിരുന്നു. അതുകൊണ്ടാണ് മറ്റൊന്നും തോന്നരുത്, ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ പാടില്ലായിരുന്നു, തിരിച്ചു വന്നപ്പോൾ എന്താണ് പാടുന്നത്. അത് പ്ലാസ്റ്റിക് ഇട്ട് മോൾഡ് ചെയ്ത് വെക്കുന്നത്. കാരണം ഇതിലേക്ക് ഈ ഫ്രിഡ്ജിലെ ഐസിലെ വെള്ളം കൂടുതൽ വീഴാതിരിക്കാനായിട്ട് നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും പാത്രമോ അലുമിനിയം ഫോയിലോ പ്ലാസ്റ്റിക് എന്തെങ്കിലും ഇട്ട് മൂടിയാൽ മതി. ഇതെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒഴിച്ച് വെച്ച സാധനമാണ്. തണുത്ത് ഇതിന് മോൾഡ് ചെയ്യണം. ഇങ്ങനെ പാത്രം ഒന്ന് ചരിച്ച് പിടിച്ചാൽ മതി. ഉണ്ടോ? അപ്പോൾ പാത്രത്തിൽ നിന്ന് ഈ ഭാഗം വിട്ട് വരും. അങ്ങനെ ടെൻഡർ കോക്കനട്ട് സൂഫ്ലെ നമ്മൾ റെഡിയാക്കി. കേരളത്തിൻ്റെ സ്വന്തം
കോക്കനട്ടിൽ നിന്നാണ് കേരയിൽ നിന്നാണ് കേരളം ഉണ്ടായത്. അങ്ങനെ കേരളത്തിൻ്റെ തനതായ എന്ന് അവകാശപ്പെടാൻ പറ്റുന്ന കരിക്ക് കൊണ്ടുണ്ടാക്കിയ ഒരു ടെൻഡർ കോക്കനട്ട് സൂഫ്ലയാണ്. നമുക്ക് വീട്ടിലൊക്കെ സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. വളരെ ടേസ്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം. നമ്മൾ കരിക്ക് കൊണ്ടുണ്ടാക്കുന്ന ഡെസേർട്ടിനെ പരിചയപ്പെട്ട് കഴിഞ്ഞു അല്ലേ? ടെൻഡർ കോക്കനട്ട് സൂഫ്ലെ കേരളത്തിൽ ധാരാളമായിട്ട് കിട്ടുന്നതല്ലേ കരിക്ക്? തീർച്ചയായിട്ടും പരീക്ഷിക്കണം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.